പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം. നമ്മുടെ ഇതിലെ കേരള പാഠാവലിയില് അല്ലെ, നമ്മുടെ 4ാമത്തെ യൂണിറ്റ് വാക്കുകൾ സർഗതാളങ്ങൾ, അതിലെ 1ാമത്തെ പാഠമായ അക്കർമാശി കഴിഞ്ഞു. 2ാമത്തതാണ് ഞാൻ കഥാകാരനായ കഥ എന്നാണ് അതിന്റെ ഒരു ലേഖനത്തിന്റെ പേര്. ഒരു ലേഖനമാണത്. അത് എഴുതിയത് പിന്നെ നമ്മുടെ നോവലിസ്റ്റും കഥാകാരനും സഞ്ചാര സാഹിത്യകാരനുമായിരുന്ന പൊറ്റക്കാട്, അതായത് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലം എന്ന് പറഞ്ഞാൽ 1873 മുതൽ 1924 വരെയായിരുന്നു അല്ലെ. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, പിഷകന്യക, ബാലിദ്വീപ്, പാതിര സൂര്യന്റെ നാട്ടിൽ, ലണ്ടൻ നോട്ട്ബുക്ക്, ഹിമാലയ സാമ്രാജ്യത്തിൽ, നൈൽ ഡയറി, സിംഹഭൂമി തുടങ്ങിയ ധാരാളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല മേഖല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ സഞ്ചാര സാഹിത്യകാരനാണ്. പഴയ കാലത്ത് ഒരുപാട് നാട് സന്ദർശിച്ച് നമ്മളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു അദ്ദേഹം. ശരിക്കും നമ്മളെ അദ്ദേഹത്തിനോടൊപ്പം പോകുന്നത് പോലെ തോന്നും നമുക്ക് അയാളുടെ സഞ്ചാര സാഹിത്യ കൃതി വായിച്ചാല്. അത്രയും നല്ലൊരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം എങ്ങനെയാണ് കഥാകാരനായത് എന്നതാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടത്. അതായത് ഒരാളെ എഴുത്തുകാരനാക്കുന്നത് എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഒരു കുടുംബ പശ്ചാത്തലം ഉണ്ടാവും. അതുപോലെ പിന്നെ ചില സാമൂഹിക ഇടപെടൽ ആവശ്യം വരുമ്പോൾ ചെയ്യും. പിന്നെ സമൂഹത്തോട് സംവദിക്കും ചില ആൾക്കാരൊക്കെ. ചിലപ്പോൾ ദേഷ്യപ്പെടും, കാരണം നമുക്ക് പറ്റാത്തത് കാണുമ്പോൾ ദേഷ്യപ്പെടും. ചിലപ്പോൾ സ്നേഹത്തോടു കൂടി പെരുമാറും. ചിലപ്പോൾ അരുതാത്തത് കാണുമ്പോൾ പൊട്ടിത്തെറിക്കും. ഇതൊക്കെ നമുക്ക് വരുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോ ഈ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ ജീവസ്പർശിയായ ചില സംഭവങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള അപ്രതീക്ഷിതമായ ജീവസ്പർശിയായ ചില സംഭവങ്ങൾ ഒരാളെ സാഹിത്യകാരനാക്കുന്നുണ്ട് അല്ലെ. അതാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ. കാരണം പിന്നെ അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ എഴുത്തനുഭവക്കുറിപ്പാണ് അദ്ദേഹം കാണിച്ചിരുന്നത്. ഈ അനുഭവങ്ങളെ ഹൃദയാവർജകമായിട്ട് ചിത്രീകരിക്കാൻ കഴിയുമ്പോഴാണ് ഇത് കലയാവുന്നത് അല്ലെ. പിന്നെ ഇതിൽ അങ്ങനത്തെ ഒരു സാന്ദർഭികമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞ പോലെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ജീവസ്പർശിയായ ചില സംഭവങ്ങളാണ്. അത് എന്താ നമുക്ക് നോക്കാം. നമുക്ക് അദ്ദേഹം പൊറ്റക്കാട് പഠിക്കുന്ന കാലത്ത്, അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്താ വെച്ചെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഒരു വൃദ്ധമാതാവ് SK അടുത്തേക്ക് വന്നു. SK ഇപ്പൊ ഹോംവർക്ക് ചെയ്തിരിക്കുകയാണ്. വീടിന്റെ മുകൾ ഭാഗത്തേക്കാണ് വന്നത്. അപ്പോ തട്ടുംപുറത്ത് ആണ് അതിനായിട്ട് നിന്നിട്ട് ഇങ്ങനെ ഹോംവർക്ക് ചെയ്യാണ്. ആ സമയത്താണ് വൃദ്ധമാതാവ് വന്നത്. ആ വൃദ്ധമാതാവ് അരികിലേക്ക് വന്നു. പിന്നെ എന്നിട്ട് അവിടെ മുട്ടുകുത്തി ഇരുന്ന് പറയുന്നുണ്ട്. ഈ ഒരു SKയുടെ മുമ്പിൽ മുട്ടുകുത്തി ഇരുന്നിട്ടാണ് പിന്നെ തന്റെ സ്വത്തെല്ലാം മകനെ വളർത്താനും പഠിപ്പിക്കാനുമായിട്ട് ഒക്കെ വിറ്റുപോയി എന്നൊക്കെ പറയുന്നു. സങ്കടത്തോടു കൂടി പറയാണ്. അത് മാത്രമല്ല, അയൽ വീടുകളിലെ വൃത്യവേലയും ചെയ്തു. അങ്ങനെ ആ അമ്മ ആഗ്രഹിച്ചതുപോലെ മകനെ പഠിപ്പിച്ചു, മകന് ജോലി കിട്ടി. പക്ഷെ അവൻ ഉദ്യോഗസ്ഥനായതോടുകൂടി അയാളെ മറ്റൊരു ഉദ്യോഗസ്ഥയെ പ്രണയിച്ച് വിവാഹവും കഴിച്ചു. എന്നിട്ട് അമ്മയെ ഉപേക്ഷിച്ചു. അമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല അയാള്. അപ്പോ എന്നിട്ട് അത് മാത്രമല്ല, തിരിഞ്ഞു നോക്കാനല്ല, അമ്മയെ ഒരു എന്താ പറയാ, ഒരു കുഷ്ഠം പിടിച്ച പട്ടിയെ പോലെ ആട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ സങ്കടമായ കാര്യമാണത്. അങ്ങനെ നിസ്സഹായതയിലും പട്ടിണിയിലും കഴിയുന്ന ആ വൃദ്ധമാതാവിന് തന്റെ മകന്റെ മനസ്സൊന്ന് ഇളകി കിട്ടണം. അതിനായിട്ട് ഒരു നീണ്ട കത്തെഴുതാനാണ് SKയുടെ അരികിലേക്ക് വന്നത്. അപ്പോ അവർ നോക്കുക, ഒരു കയ്യില് മഞ്ഞ വരെയുള്ള എഴുത്തുകടലാസും ഉണ്ട്, ഒരു മുദ്രക്കവറും ഉണ്ട്. അപ്പോ എന്താണ് വെച്ചെങ്കിൽ മകന് വേണ്ടി അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും അവർ ലേഖകനെ പറഞ്ഞു കേൾപ്പിച്ചു. പിന്നെ എന്തൊക്കെ വെച്ചെങ്കിൽ നമുക്ക് ഹൃദയഭേദകമായ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവന് വയറ് നിറച്ചുണ്ണുവാനായിട്ട് പട്ടിണി കിടന്നതും, പിന്നെ ഷ്കൂറുപെട്ടി
വാങ്ങാൻ വേണ്ടി, കുറുപ്പെട്ടി പറഞ്ഞാല് ഇൻസ്ട്രുമെന്റ് ബോക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഏലസിനകത്തെ ആകെ ഉണ്ടായിരുന്ന പൊൻപണം തൂക്കി വിറ്റതും, എന്നിട്ട് ഒക്കെ അങ്ങനെ ചെയ്തു. ഒടുവില് കുടം എന്ന് പറഞ്ഞൊരു കുടം പിടിച്ച പട്ടി, അതായത് കുഷ്ഠം പിടിച്ച പട്ടിയെ പോലെ മകൻ ആട്ടി വിട്ടതൊക്കെ അമ്മ സങ്കടത്തോടുകൂടി എസ്കയുടെ മുമ്പിൽ അങ്ങനെ പറഞ്ഞു. എന്നിട്ടോ ഇത് കേട്ടപ്പോ ആ വൃദ്ധയുടെ അവസ്ഥ ആകെ എസ്കയെ ആകെ വികാരധീനനാക്കി. പിന്നെ അപ്പൊ എന്ത് ചെയ്തു, അമ്മ പറഞ്ഞ കാര്യങ്ങളും പിന്നെ തന്റേതായ ചില വാക്വിലാസങ്ങളും കൂട്ടിച്ചേർത്തിട്ട് മകന് കത്തുകൾ അയക്കാൻ തുടങ്ങി. അങ്ങനെ തുടരെ തുടരെ കത്തുകൾ അയച്ചു. 2-3 മാസം കഴിഞ്ഞപ്പോൾ അയാൾ ഭാര്യ അറിയാതെ കുറച്ച് പണം അയക്കാൻ തുടങ്ങി. അപ്പൊ അയാളുടെ മനസ്സിളകി അല്ലെ. ആ മനസ്സിളകാൻ പറ്റിയ ഒരു കാര്യമാണ് എസ്കെ ചെയ്തത്. എസ്കയുടെ എഴുത്തിലൂടെയാണ് സംഭവിച്ചതെന്നാ പറയുന്നത്. ഒരു നാള് വന്ന അമ്മയെ കാണുകയും ചെയ്തു അയാള്, മകൻ. കത്തുകളെല്ലാം എഴുതി കൊടുക്കുന്നത് ആരാണെന്ന് അവന്റെ ചോദ്യത്തിന് അവൻ ചോദിച്ചു. അമ്മയോട് ചോദിച്ചു വന്നപ്പോ, അമ്മയുടെ അടുത്ത് വന്നപ്പോ ആരാ ഈ കത്തുകളൊക്കെ എഴുതി തരുന്നത് ചോദിച്ചു. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു, ഒരു സ്കൂൾ കുട്ടി എന്നാണ് അമ്മ മറുപടി പറഞ്ഞത്. അങ്ങനെ ഏറെക്കാലം കഴിയും മുമ്പ് തന്നെ ആ അമ്മ മരിച്ചുപോയി. പക്ഷെ എസ് കെ പറയുന്നു, ആ വൃദ്ധയാണ് സാഹിത്യരചനയിൽ തന്റെ ഗുരു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പിന്നെ അതിനുശേഷം കഥയുടെ ഒരു അനുബന്ധം കൂടി എസ് കെ പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഈ മകനെ എസ് കെ കണ്ടു. വളരെ വിവശനായിരുന്നു മകൻ. അന്വേഷിച്ചപ്പോൾ അയാളുടെ ഭാര്യ അയാളെയും 2 പെൺകുട്ടികളെയും ഉപേക്ഷിച്ചു പോയതായി അറിഞ്ഞു. തന്റെ മുന്നിലുള്ളത് പഴയ സ്കൂൾ കുട്ടിയാണെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. അയാളുടെ കഥ കേട്ട് എസ് കെ അറിയാതെ ചിരിച്ചുപോയി. തന്റെ ഭാര്യയുടെ നടപടി ദൂഷ്യം കണ്ടുപിടിക്കാൻ 17 വർഷം വേണ്ടി വന്നതോർത്താണ് എസ് കെ ചിരിച്ചത്. അങ്ങനെയാണ് ഇതാണ് നമുക്ക് പറയാനുള്ള ഈ ഒരു ഞാൻ കഥാകാരനായ കഥ എന്ന ഈ ഭാഗത്തിലൂടെ നമുക്ക് പറയാനുള്ളത്. അപ്പോ എന്താണെങ്കിലും പിന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സ് ഇളക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പിന്നെ ഈ മാതാവിനുള്ള സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിച്ചത് എസ് കെയുടെ എഴുത്തിലൂടെയാണ് അല്ലെ. ഒരു വാക്ചാതുര്യം കൊണ്ടാണ് അവന്റെ കത്തിലൂടെ എഴുതിയ വാക്ചാതുര്യം കൊണ്ടാണ് മനം മാറിയതെന്ന് എസ് കെ വിശ്വസിക്കുന്നുണ്ട് അല്ലെ. കാരണം വൃദ്ധയുടെ കണ്ണീർ മഷിയാക്കി ആണ് എഴുതിയത് അല്ലെ. കണ്ണീരിന്റെ മഷിയാക്കിയിട്ട് അദ്ദേഹം കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് എസ് കെ കത്തിലൂടെ എഴുതി. തുടരെ തുടരെ എഴുതിയിട്ടാണ് വിടനായിട്ടുള്ള മകൻ അല്ലെ, മടനായിട്ടുള്ള മകന്റെ മനസ്സിളക്കി. പെൺകോന്തനായിട്ടുള്ള മകനാണ് അല്ലെ. കാരണം പുതിയ ഭാര്യയെ കിട്ടിയപ്പോ ആ ഭാര്യയോടൊപ്പം ജീവിക്കുന്നു, തന്നെ നോക്കി വളർത്തി പഠിപ്പിച്ച് വലുതാക്കി ജോലിയൊക്കെ വാങ്ങിച്ചു തന്ന പാവം അമ്മയെ ഉപേക്ഷിക്കുന്നു. അപ്പൊ അവൻ മടയൻ തന്നെയാണ്. പെണ്ണിന്റെ ആ സൗന്ദര്യത്തിൽ കുടുങ്ങിയിട്ട് അവൻ അങ്ങനെ അവിടെ പിന്നെ ഇത് കൂടി പഴയതൊക്കെ മറക്കുന്ന അങ്ങനെ കുറെ വിടന്മാര് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. ഭാര്യയെ കിട്ടുമ്പോ സ്വന്തം അമ്മമാരെ സ്വന്തം അച്ഛന്മാരെയൊക്കെ ദ്രോഹിക്കുക, ആട്ടിപ്പായിക്കുക, നോക്കാതിരിക്കുക, പിന്നെ ഇല്ലെങ്കിൽ ക്രൂരമായിട്ട് പെരുമാറുക, വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവയ്ക്കുക. ഇങ്ങനെയൊക്കെ ഒരുപാട് മടയന്മാര് ആയിട്ടുള്ള വിടന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമ്മുടെ സമൂഹത്തിലൊക്കെ കാണാൻ കഴിയും. നിങ്ങളൊക്കെ ഒന്ന് കണ്ണുമിഴിച്ച് നോക്കിയാൽ അതൊക്കെ കാണാൻ കഴിയും. പിന്നീടാണ് അവര് ഖേദിക്കുക. കാരണം നഷ്ടപ്പെടുന്ന സമയത്ത്, അമ്മയൊക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് അമ്മയുടെ കണ്ണീരൊക്കെ വീണാൽ അവന്റെ കുടുംബം നശിക്കും, അവന്റെ ജീവിതം നശിക്കും ഒക്കെ ശരിയാണ്, കറക്റ്റ്. അപ്പോ അങ്ങനെയുള്ള അവസ്ഥയാണ് ഇപ്പൊ ഇതിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോ എസ് കെയുടെ അങ്ങനത്തെ ഒരാളുടെ മനസ്സിളക്കിയിട്ട് അല്ലെങ്കിൽ അവനെ നന്മയിലേക്ക് കൊണ്ടുവന്നു. അമ്മയെ ഉപേക്ഷിച്ച മകനെ അതിന്റെ അവിടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അവനെ മനസ്സിലാക്കിയിട്ട് അവന് നന്മയിലേക്ക് കൊണ്ടുവരാൻ എസ് കെയുടെ ആദ്യത്തെ എഴുത്തുകൾക്ക് കഴിഞ്ഞു, ആ കത്തുകൾക്ക് കഴിഞ്ഞു. അത് തന്നെയാണ് ഒരു സർഗശേഷിയുടെ സർഗാത്മകതയുടെ കഴിവായിട്ട് നമ്മൾ കാണുന്നത് അല്ലെ. ഒരാളെ നന്മയിലേക്ക് വഴിതെറ്റിപ്പോകുന്ന ഒരാളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ ഒരു സർഗാത്മകമായ കാര്യങ്ങളെ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം എഴുത്തുകാരനായിട്ട് മാറി എന്നൊക്കെയാണ് എസ് കെ അതിലൂടെ പറയുന്നത്. അപ്പോ തന്റെ പിന്നെ ഒരു ആദ്യ കഥ തന്നെ ഒരാളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അല്ലെ. ഇതിൽ പരം അഭിമാനം തനിക്ക് വേറെ എന്തെന്നൊക്കെ ചോദിക്കേണ്ട എസ് കെ തന്റെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് അത് കരുതുന്നു അല്ലെ. പിന്നെ എന്താ പറയാ, മടയന് പിന്നീട് എന്താ പറയേണ്ട, ഭാര്യയുടെ നടപടി ദൂഷ്യം കണ്ടെത്താൻ 17 വർഷം വീണ്ടും കഴിയേണ്ടി വന്നു, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോ പിന്നെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു മനുഷ്യനിലെ നന്മയുണ്ടാക്കാൻ
അവനെ അവനെ ആകെ മാറ്റിമറിക്കാൻ എസ് കെയുടെ അന്നത്തെ എഴുത്തുകൾക്ക് കഴിഞ്ഞു. എന്താണെങ്കിലും എഴുത്തുകാരനാക്കി മാറ്റാൻ എസ് കെക്ക് സഹായകമായത് ഈ വൃദ്ധമാതാവിന്റെ കുറെ ദുരനുഭവങ്ങളും, ആ ദുരനുഭവങ്ങളിലൂടെ കുറച്ചും കൂടി അദ്ദേഹം ഭാവനാത്മകമായിട്ട് കുറച്ച് സരസ്വതി വിലാസങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് പൊടിപ്പും തൊങ്ങലൊക്കെ ഉപയോഗിച്ചിട്ട് ആ മകന്റെ മനസ്സിളക്കി അമ്മയ്ക്ക് ഭാര്യ അറിയാതെ പൈസ അയച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി. പിന്നെ ഭാര്യ അറിയാതെ തന്നെ അമ്മയെ വന്ന് കാണാൻ സാഹചര്യം ഉണ്ടാക്കി. മാത്രമല്ല, തനിക്ക് കത്തെഴുതുന്ന ആരാണെന്ന് പോലും ചോദിക്കാൻ അവന് കഴിഞ്ഞു. അങ്ങനെയൊക്കെയുള്ളത് അതാണ് അങ്ങനെ പറയുമ്പോൾ ആ അമ്മയാണ് എസ് കെ പൊറ്റക്കാടിന്റെ ഗുരുനാഥയായിട്ട് മാറുന്നത്. അന്നത്തെ കത്തുകളാണ് ആദ്യത്തെ ചെറുകഥയായിട്ടും അറിയപ്പെടുന്നത്. ഇതാണ് നമുക്ക് ഈ പാഠഭാഗത്ത് അറിയാനുള്ളത്. ഇനി നമുക്ക് നമുക്ക് ടെക്സ്റ്റ് എടുത്തുള്ളൂ. എല്ലാവരും ടെക്സ്റ്റ് എടുത്തിട്ട് നമുക്ക് നോക്കാം. നമ്മളെ പേജ് എന്താ പറയാ 101-ാമത്തെ പേജാണ്. ഞാൻ കഥാകാരനായ കഥ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ, കേട്ടോളൂ. ഞാൻ ഹൈസ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഉണ്ടായ ഒരു സംഭവമാണ് എന്നെ ചെറുകഥകൾ എഴുതാൻ പ്രേരിപ്പിച്ചത്. എസ് കെ എങ്ങനെ ലേഖനത്തിലൂടെ പറയാണ്. ഇത് ലേഖനാട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ അങ്ങനെ ചോദ്യം വരും, ഞാൻ കഥാകാരനായ കഥ എന്താണ്, അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു, ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും, ചെറുകഥ എന്നൊക്കെ പറഞ്ഞ് എഴുതും. കൺഫ്യൂഷനാണ്. ഇത് ലേഖനമാണെന്ന് മനസ്സിലാക്കുക. ലേഖനം എഴുതണം കേട്ടോ. ഓക്കെ. മകനെ സുഖമായി വളർത്താനും വിദ്യാഭ്യാസം ചെയ്യിക്കാനും വേണ്ടി തന്റെ സകല മുതലും വിറ്റ്, പോരാതെ അയൽ വീടുകളിൽ വൃത്യപ്പണി ചെയ്ത് വളരെ കഷ്ടങ്ങൾ അനുഭവിച്ച് അക്ഷരജ്ഞാനമില്ലാത്ത ഒരു വൃദ്ധമാതാവ് അല്ലെ, അതാണതിലെ. മകൻ സുഖമായിട്ട് വളർത്താനും വിദ്യാഭ്യാസം ചെയ്യിക്കാനും വേണ്ടിയിട്ട് എല്ലാം മുതലും വിറ്റ് തൊലിച്ച്, പിന്നെ അയൽ വീട്ടിൽ പോയി വൃത്യപ്പണി ചെയ്തു അല്ലെ, കൂലിവേല ചെയ്തു, അടിമപ്പണി ചെയ്തു. അങ്ങനെ വളരെ കഷ്ടങ്ങൾ അനുഭവിച്ച്, അക്ഷരജ്ഞാനമില്ല, അക്ഷരത്തിന്റെ ജ്ഞാനം പോലും ഇല്ല. അങ്ങനെ ഒരു വൃദ്ധമാതാവ്. അങ്ങനെ അമ്മ കഷ്ടപ്പെട്ട് മകനെ വളർത്തിണ്ടാക്കിയിട്ട് അമ്മ ആഗ്രഹിച്ചതുപോലെ ആ മകൻ ഒരു ചെറിയ ഉദ്യോഗസ്ഥനായി അല്ലെ, ഒരു സർക്കാരിലെ ഉദ്യോഗസ്ഥനായി മാറി. ഒടുവിൽ ഒരു ഉദ്യോഗസ്ഥയിൽ അനുരക്തരുമായി, ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ, ഒരു സ്ത്രീ, ഒരു ഉദ്യോഗസ്ഥയിലെ അയാൾക്ക് അനുരാഗമുണ്ടായി. ആ പ്രേമസത്വത്തെയും കൊണ്ട് അകലെ ഒരിടത്ത് അമ്മയെ ഉപേക്ഷിച്ച് സൂഹിക്കുകയാണ് കേട്ടോ. അവളെയും കൊണ്ടുപോയി അവൻ. ആ പ്രേമസത്വമാണ്, എന്താ പറയുക, ഒരു അടിപൊളി പെണ്ണൊക്കെയാണ്. ആ അടിപൊളി പെണ്ണിനെയും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, അവൻ വേറെ വാടകയൊക്കെ എടുത്തിട്ട് അമ്മയെ ഉപേക്ഷിച്ചിട്ട് അവിടെ വാടകയൊക്കെ എടുത്തിട്ട് അവളങ്ങനെ അവളോടൊപ്പം സൂഹിക്കുകയാണ്. ആ പൊണ്ണൻ, എന്താ പറയുക, മടയൻ. നിസ്സഹായതയിലും പട്ടിണിയിലും വലയുന്ന ആ തള്ള തന്റെ മകന്റെ മനസ്സിലാക്കാൻ വേണ്ടി നീണ്ട കത്തെഴുതിക്കാൻ എന്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. പാവം അല്ലെ. അങ്ങനെ ആരുമില്ല, വൃദ്ധമാതാവിന് വേറെ ആരുമില്ല, ഈ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മകന് വേണ്ടിയാണ് ജീവിച്ചത്. സ്വത്ത് വിറ്റതും അത് മാത്രമല്ല, പിന്നെ ഇത്ര വൃത്തിപ്പണി ചെയ്തതും, അങ്ങനെ കൂലിവേല ചെയ്തിട്ട് അങ്ങനെ മകൻ പഠിച്ച് വളർത്തി മകന് ജോലി കിട്ടി. അതുവരെ പാവം അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ചെയ്തു. എന്നിട്ടാണ് പാവം വയസ്സുകാലത്ത് അമ്മയെ ഉപേക്ഷിച്ചത് അല്ലെ. അങ്ങനെ ആ അമ്മ ആ മനസ്സ് ഇളക്കാൻ വേണ്ടി, എന്നാലും ആ അമ്മയ്ക്ക് മകനോട് സ്നേഹം ഉണ്ട് കേട്ടോ. നോക്കൂ, അങ്ങനെ അവൻ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും മകനെ ശപിക്കുക പോലും ചെയ്യില്ല അമ്മ. അതാണ് ആ മാതൃത്വത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മാതാവിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവം. അവരുടെ മനസ്സ് അങ്ങനെയാണ്, മാതാവിന്റെ മനസ്സ് അങ്ങനെയാണ്. ആ തള്ള തന്റെ മകന്റെ മനസ്സിലാക്കാൻ വേണ്ടി നീണ്ട കത്തുകൾ എഴുതിക്കാൻ വേണ്ടിയിട്ട് എന്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ ഞാനിങ്ങനെ തുടരെ കത്തെഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായി നടത്തും. നോക്കും, എന്തെങ്കിലും പിന്നെ പദച്ഛേദങ്ങൾ നോക്കും. വൃത്യപ്പണി, വൃത്യ പ്ലസ് പണി, വൃത്യപ്പണി, ഇരട്ടിപ്പ്. അകലെ ഒരിടത്ത്, അകലെ പ്ലസ് ഒരിടത്ത്, അകലെ ഒരിടത്ത്, യാ അല്ലെ, യാ ആഗമിച്ചു. ഓക്കെ, വേറെ ഒന്നുമില്ല, നോക്കിക്കോളൂ. ഞാൻ സ്കൂളിലേക്ക് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കെ പാവം ആ തള്ള ഏതോ സ്റ്റേഷനറി പീടികയിലെ മുളങ്കോലിൽ തൂങ്ങിക്കിടന്നിടത്ത് നിന്ന് വാങ്ങിയ മണ്ണു പറ്റി മഞ്ഞച്ച ഒരു വരയൻ കത്തുകടലാസും ഒരു മുദ്ര ലെക്കോട്ടും ഒരു കൈയിൽ പിടിച്ച് മറ്റേ കൈകൊണ്ട് കോണിപ്പടി തപ്പി എന്റെ മാളികയിലെ പ്രാന്തയിലേക്ക് കയറി വരുന്ന ആ രംഗം ഞാനിപ്പോഴും മുൻപിൽ കാണുന്നു. നോക്കൂ, ആ വൃത്തമാതം ഇങ്ങനെ കോണിപ്പടി കയറി വരും. നോക്കൂ, ഒരു കയ്യിൽ എന്താണുള്ളത്, മണ്ണ് പറ്റി മഞ്ഞച്ചൊരു വരയൻ കത്തുകടലാസ് ഉണ്ടാവും. പഴയൊരു കത്തുകടലാസ്. ആദ്യം ആരും കത്തെഴുതാറില്ലല്ലോ. അപ്പൊ മണ്ണിങ്ങനെ ഈ സൈഡിലൊക്കെ ആവുമ്പോ, റോഡ് സൈഡിലൊക്കെ ആവുമ്പോ
അതിൽ മണ്ണൊക്കെ പറ്റിയിട്ട് ഒരു എന്താ പറയുക മഞ്ഞച്ച് കുറെ ഇതായി അല്ലെ, കുറെ മുഷിഞ്ഞ് മഞ്ഞച്ചിട്ട് അങ്ങനെ കത്ത് കടലാസൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു മുദ്ര ലെക്കൂട്ടുണ്ടാവും, അതിലേക്ക് ഷാമ്പ് അടിച്ച ഒരു പിന്നെന്താ ഒരു കവറും ഉണ്ടാവും. അങ്ങനെ അതുമായിട്ട് ഒരു കയ്യിൽ അത് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് കോണിപ്പടി ഇങ്ങനെ കയറി നോക്കൂ, തപ്പി എത്ര വൃദ്ധ മാതാവാ നോക്കൂ, എത്ര ബുദ്ധിമുട്ടിട്ടാ വരുന്നത്. എന്റെ മാളികയിലെ എന്റെ മാളികയുടെ ആ ഭാഗത്തിലേക്ക് വരാന്തയിലേക്ക് കയറി വരുന്നു അങ്ങനെ കയറി മോനെ അവിടെ ഉണ്ടോ മോനെ എന്ന് ചോദിച്ചു പാവം തപ്പി എന്താ മോണ്ട അവിടെ, എന്റെ കുട്ടി ഉണ്ട് അവിടെ ചോദിച്ചിട്ട് അങ്ങനെ വരിക. നല്ലൊരു സ്നേഹസമ്പന്നയായിട്ടുള്ള ഒരു വൃദ്ധ മാതാവ് നോക്കൂ, എന്തൊരു കഷ്ടതയാണ് നോക്കൂ ആ സ്വന്തം മകൻ ചെയ്ത ക്രൂരത അല്ലെ. അങ്ങനെ കയറി വരുന്ന ആ രംഗം ഞാനിപ്പോഴും എപ്പോഴും മനസ്സിൽ ആ മുൻപിൽ കാണുന്നു. അവർ കവറും കത്തുകടലാസും എന്റെ മേശപ്പുറത്ത് സ്ഥാപിച്ചു, മേശപ്പുറത്ത് കൊണ്ടു വെച്ചു. കടലാസും അതുപോലെ തന്നെ കവറൊക്കെ വെച്ചിട്ട് നിലത്ത് മുട്ടുമടക്കിയിരുന്നു. പാവം അമ്മ അല്ലെ, പാവം അമ്മ മുട്ടുമടക്കിയിട്ട് നിലത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, തന്റെ കഷ്ടപ്പാടുകളും മകനു വേണ്ടി ഞാൻ ചെയ്ത ത്യാഗങ്ങളും ഓരോന്നായി എണ്ണി എന്നെ കേൾപ്പിക്കും. ഇങ്ങനെ പറയും, എന്റെ കുട്ടിക്ക് ഞാൻ അങ്ങനെ കൊടുത്തിരുന്നു, എന്റെ കുട്ടിക്ക് അത് കൊടുത്തിരുന്നു, ഞാൻ ചോറ് കൊടുത്തിരുന്നു, ഞാൻ പട്ടിണി കടന്നിരുന്നു, എന്റെ കുട്ടിക്ക് അത് വാരി കൊടുത്തിരുന്നു, അവന് അത് വേണമെന്ന് പറഞ്ഞാൽ ചെയ്തിരുന്നു, അവന് ചെറിയ എന്തെങ്കിലും തലവേദനയുണ്ടെങ്കിലേക്ക് ഉറക്കം വരില്ലായിരുന്നു, ഞാൻ എന്തൊക്കെ എങ്ങനെ ഇരിക്കും, എന്റെ മോൻ സ്കൂളിൽ പോയി വരാൻ വയ്യാല് ഞാൻ അങ്ങനെ കാത്തിരിക്കും, എന്റെ മോൻ വന്നിട്ടേ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞു പോവാം. നോക്കൂ, സ്നേഹനിധിയായിട്ടുള്ള അമ്മയാണ് കേട്ടോ, ആ അമ്മയാണ് അവൻ ഉപേക്ഷിച്ചത് അല്ലെ. ഓരോന്നായി എണ്ണി എന്നെ കളിപ്പിക്കും. മാറത്തിട്ട കീറമുണ്ടിന്റെ അറ്റം കൊണ്ട് കണ്ണുനീർ തുടച്ചും മൂക്ക് പിഴിഞ്ഞും കൊണ്ട് അവർ പറയുന്നു, ഒരു മുണ്ടുണ്ട്, മാറത്തൊരു മുണ്ടുണ്ട്, എന്നിട്ട് ഇങ്ങനെ കണ്ണീർ സങ്കടം ശരിക്കും മനസ്സിൽ തട്ടി വരികയാണ് അമ്മയുടെ ആ വേദന. അപ്പൊ കണ്ണീര് വരും, ആ കണ്ണീര് മുണ്ടോട് തുടച്ചിട്ടും പിന്നെ അതുപോലെ മൂക്കുണ്ടാവും, മൂക്ക് കൂടി വെള്ളം വരും പാവം, മൂക്ക് പിഴിഞ്ഞുകൊണ്ടും അവർ പറയും, അവന് വയറു നിറയെ ഉണ്ണാൻ വേണ്ടി ഞാൻ പട്ടിണി കിടന്നതും അവന് സ്കൂളിലേക്ക് ഒരു വരക്കോലും സ്കൂറുപെട്ടിയും വാങ്ങാൻ പൈസ ഇല്ലാതെ ഞാൻ എന്റെ അരയിലെ ഏലസിനകത്ത് പണ്ടുകൊണ്ടേ കിടന്നിരുന്ന ഒരു പൊൻപണം തൂക്കി വിറ്റതും മറ്റും അവന് ഓർമ്മയുണ്ടോ എന്നൊന്ന് എഴുതി ചോദിക്കൂ. ഉണ്ടോ അമ്മ പറഞ്ഞേക്കുള്ളൂ, അങ്ങനെ അതുകൂടി ചോദിക്കൂ, അവന് ഓർമ്മ ഉണ്ടോ. കാരണം അവന് ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് വാങ്ങണം അല്ലെ, അവൻ അമ്മ പട്ടിണി കിടന്നത് അവനൊന്ന് വയറ് നിറച്ച് ഉണ്ണാൻ വേണ്ടിട്ട് അമ്മ അന്നൊന്നും കഴിച്ചില്ല, എന്നിട്ട് പട്ടിണി കിടന്നതും പിന്നെ സ്കൂളിലേക്ക് എന്താ വരക്കോല് വേണം, സ്കെയിലും അല്ലെ, ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് വേണം, സ്കൂർ പെട്ടി ഇതെന്ന ഇൻസ്ട്രുമെന്റ് ബോക്സും വാങ്ങാൻ പൈസ ഇല്ലാതെ എന്ത് ചെയ്തു, പാവം അമ്മയുടെ അരയിലുണ്ടായിരുന്നു പഴയ അന്നത്തെ കാലത്ത് കല്യാണം കഴിച്ചു വരുന്ന സമയത്തൊക്കെ ഉള്ള ഏലസിനകത്തുണ്ടാവും അല്ലെ, അരഞ്ഞാണിലെ ഒരു ഏലസ് ഉണ്ടാവും, ആ ഏലസിനകത്ത് പണ്ടുകൊണ്ടേ കിടന്നിരുന്ന ഒരു പൊൻപണം ഉണ്ടാവും, ഒരു പൊന്നുകൊണ്ട് സ്വർണ്ണപ്പണം, അത് തൂക്കി വിറ്റിട്ടാണ് അവന് വാങ്ങിയത്. അതിന് ഓർമ്മയുണ്ടോ എന്നൊന്ന് എഴുതി ചോദിക്കൂട്ടോ. അപ്പൊ അമ്മ പറയാണ്, ഇപ്പോൾ അവനെ എന്നെ കണ്ടുകൂടാതായി കേട്ടോ. ഇപ്പൊ പുതിയ പെണ്ണിനെ കിട്ടിയോട് കൂടിയിട്ട് അവനെ കണ്ടുകൂടാതെയായി. അവൻ എന്നെ കുടം പിടിച്ച പട്ടിയെ പോലെ ആട്ടിപ്പായിച്ചു. മോനെ നാളെ ചെന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒപ്പം ഓനെ കാണുമ്പോ ഓടിപ്പോയ സമയത്ത് ഇന്നപ്പോ പട്ടിനാട്ടും പോലെ, അതായത് കുഷ്ഠം പിടിച്ച പട്ടിയെ അല്ലെ, ചൊറിയും ചിലൊക്കെ വരുന്ന പട്ടിയെ എങ്ങനെ ആട്ടുന്നത് നമ്മളെ, അതേപോലെ പേ പിടിച്ച പട്ടിയെ കാട്ടില്ല, അതേപോലെയാണ് ഈ മകൻ അമ്മേനെ ആട്ടി പറഞ്ഞയച്ചത്. അവന്റെ മനസ്സ് നിളക്കാൻ എന്റെ മോൻ ഇതെല്ലാം ഒന്നെഴുതി അയക്കണം കേട്ടോ. ഉണ്ടോ, അവന്റെ മനസ്സൊന്ന് ഇളക്കാൻ വേണ്ടിട്ടോ, ആ പെണ്ണിന്റെ പിന്നാലെ നടക്കുക അവൻ, അതിനൊന്നും അവന്റെ മനസ്സൊന്ന് മാറ്റാൻ വേണ്ടിട്ട് ഇതെല്ലാം ഒന്ന് എഴുതി അയക്കണം കേട്ടോ. ദൈവത്തെ മറന്ന് കളിക്കണ്ട എന്നും പറയണം, അവനോട് പറയണം, അവസാനം എഴുതി ദൈവത്തെ മറന്ന് കളിക്കണ്ട എന്നും പറയണം. അക്ഷന്തവ്യമായ കൃതജ്ഞതയോടെ പെരുമാറിയ തന്റെ പുത്രനോട് ആ തള്ളയ്ക്ക് ഒട്ടും വിദ്വേഷമില്ലായിരുന്നു. നോക്കൂ, അക്ഷന്തവ്യമായ കൃതജ്ഞതയാണ്, ഒരിക്കലും ക്ഷമിക്കാനാവാത്ത, അക്ഷന്തവ്യം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനാവാത്ത കൃതജ്ഞത, നന്ദികേട് അല്ലെ. കൃതജ്ഞത പറഞ്ഞാൽ നന്ദികേട്, കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നന്ദി, ശ്രദ്ധിക്കുക, കൃതജ്ഞത പറഞ്ഞാല് നന്ദികേട്. അപ്പൊ ഒരിക്കലും മറക്കാനാവാത്ത പിന്നെ നന്ദികേട് കാണിച്ച ആ പുത്രനോട് അമ്മയ്ക്ക് ഒരിക്കലും എന്തില്ല, ഒരു വെറുപ്പുണ്ടായില്ല, വിദ്വേഷം ഉണ്ടായില്ല. നോക്കൂ, അതാണ് അമ്മയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയുടെ മനസ്സ്, മാതൃ മനസ്സ് അങ്ങനെയാണ്. എന്തൊക്കെ തെറ്റുകൾ കുട്ടികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും അമ്മ ശപിക്കില്ല, അമ്മയ്ക്ക് വെറുപ്പുണ്ടാവില്ല എന്നർത്ഥം. നമുക്ക് അതിലെന്തെങ്കിലും കാര്യങ്ങൾ എണ്ണി പ്ലസ് എണ്ണി യാ ആഗമിച്ചു അല്ലെ. കോണി പ്ലസ് പടി കോണിപ്പടി ഇരട്ടിച്ചു. തപ്പി പ്ലസ് തപ്പി തിത്വം അല്ലെ. പൈസ പ്ലസ് ഇല്ലാതെ പൈസ ഇല്ലാതെ യാഗം അല്ലെ. പിന്നെ ഓർമ്മ പ്ലസ് ഉണ്ടോ, ഓർമ്മയുണ്ടോ,
ഓക്കെ, ആട്ടിപ്പായിച്ചു, ആട്ടി പ്ലസ് പായിച്ചു, ആട്ടിപ്പായിച്ചു ദിത്വം. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത് നോക്കിക്കോളൂ. എനിക്ക് ആ വൃദ്ധയുടെ പരിതസ്ഥിതിയിൽ വലിയ സഹതാപം തോന്നി. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥകൾ എന്നെ വികാരപരവശനാക്കി. ഉണ്ടോ, പെട്ടെന്ന് എനിക്ക് ആ വൃദ്ധയുടെ ആകെ നോക്കപ്പോഴത്തെ അമ്മയുടെ അവസ്ഥ കൊണ്ട് എനിക്ക് ആകെ ആ വൃദ്ധയുടെ പരിതസ്ഥിതി, ഇപ്പോഴത്തെ അവസ്ഥയില് വലിയ സങ്കടം, സഹതാപം തോന്നി എനിക്ക്. എന്താ ചെയ്യുക? അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ, അവർ ഇങ്ങനെ കണ്ണൊലിപ്പിച്ചിട്ടും മൂക്കൊലിപ്പിച്ചിട്ടും പറഞ്ഞ കഥകൾ എന്നെ വികാരപരവശനം, എനിക്ക് ആകെ ഒരു വൈകാരികമായ അടുപ്പം, എന്താത്തൊരു, അത് എന്റെ സ്വന്തം മനോഭാവം പോലെ എനിക്ക് തോന്നി എന്നർത്ഥം. അതാണ് വികാരപരവശനെ ആകെ ടയർഡാക്കി, ക്ഷീണിച്ചു. ഞാൻ ആകെ തെളിത ചിത്രമായിരുന്നില്ല, ആകെ മനസ്സിളകി, എന്റെ മനസ്സിളകി. അവർ പറഞ്ഞതെല്ലാം പാകപ്പെടുത്തി, ഞാനൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തിയ ഓരോ കാര്യങ്ങൾ, ഓരോ സംഭവങ്ങൾ ഞാനൊന്ന് അതൊന്ന് പാകപ്പെടുത്തിയിട്ട് സ്വന്തം വകയായ ചില സരസ്വതി വിലാസങ്ങളും ചേർത്ത്, സ്വന്തം കുറെ സരസ്വതി വിലാസങ്ങളെ, കുറെ ഈ സരസ്വതി വിലാസം എന്ന് പറഞ്ഞാൽ എന്താ, പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എന്താ സരസ്വതി വിലാസം എന്ന് ഉദ്ദേശിക്കുന്നത്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പൊടിപ്പും തൊങ്ങലും അല്ലെങ്കിൽ ഭാവനകൾ എന്ന് എഴുതിയാലും മതി. 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സരസ്വതി വിലാസങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? അപ്പൊ എന്താണ് സരസ്വതി വിലാസം എന്ന് പറഞ്ഞാൽ? കുറച്ച് പൊടിപ്പും തൊങ്ങലും ഉപയോഗിക്കുക, കുറച്ച് കൂട്ടിച്ചേർക്കാതെ. കൂട്ടിച്ചേർക്കാതെ പറയുമ്പോൾ കുറച്ച് ഭാവനാത്മകമായിട്ട് പോകും. സരസ്വതി വിലാസങ്ങളും ചേർത്ത് ഞാൻ ആ മടയനായ മകന് തുടരെ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് കത്തുകൾ എഴുതി അയച്ചു. അങ്ങനെ ഞാൻ ആ മടയനായ മകനെ, അല്ലേ, ഞാൻ അങ്ങനെ കുറച്ച് പാകപ്പെടുത്തിയിട്ട്, അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പാകപ്പെടുത്തിയിട്ട് എന്റെ സ്വന്തം വകയെ ചില കുറച്ചും കൂടി സരസ്വതി വിലാസങ്ങളൊക്കെ കുറച്ചുകൂടി പൊടിപ്പും തൊങ്ങലൊക്കെ ഉപയോഗിച്ചിട്ട് ചേർത്തിട്ട് ഞാൻ അങ്ങടെ ആ മടയനെ ഇങ്ങനെ ഞാനും തുടരെ കത്തയച്ചു. ഇതിൽ നോക്കൂ, പാകപ്പെടുത്തി, പാകപ്പെടുത്തി പാ ഇരട്ടിച്ചു, തുടരെ പ്ലസ് തുടരെ താ ഇരട്ടിച്ചു, ദിത്വസന്ധി കേട്ടോ. 2-3 മാസം കഴിഞ്ഞപ്പോൾ അവൻ അമ്മയ്ക്ക് ഭാര്യ അറിയാതെ സ്വകാര്യമായി കുറേശ്ശെ പണം അയച്ചു തുടങ്ങി. നോക്കൂ, അപ്പൊ ലക്ഷ്യം കണ്ടു, അല്ലെ, സ്കൈയുടെ ആ ഒരു സരസ്വതി വിലാസത്തിന്റെ ലക്ഷ്യം കണ്ടു. അങ്ങനെ അവന്റെ മനസ്സിളകാൻ തുടങ്ങി. കത്ത് ഇങ്ങനെ കിട്ടിയപ്പോ മനസ്സിളകാൻ തുടങ്ങി. അങ്ങനെ കുറേശ്ശെ പണം അയച്ചു തുടങ്ങി. അവന് ഒടുവിൽ തന്റെ ഇടം മുറിച്ചത് കൊണ്ടോ അതല്ല എന്റെ കത്തുകളിലെ വാക്ചാതുര്യം മൂലം മനസ്സിലാക്കിയത് കൊണ്ടോ എന്നറിഞ്ഞുകൂടാ. അപ്പൊ അവന് തന്റെ ഇടം വന്നോ എനിക്കറിയില്ല, അതോ എന്റെ കത്തിന്റെ ആ വാക്ചാതുര്യം, അല്ലെ, എന്റെ ഇടയ്ക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വാക്ചാതുര്യം മൂലം മനസ്സിലാക്കിയത് കൊണ്ടോ എന്നറിഞ്ഞുകൂടാ. ഒടുവിൽ പറഞ്ഞതാണ് വാസ്തവമെന്ന് ബാലസഹജമായ അഭിമാനത്തോടെ ഞാനൊന്ന് വിശ്വസിച്ചു. കാരണം എന്റെ വാക്കുകൊണ്ടാണ് അവന്റെ മനസ്സിലാക്കിയത്. അത് പിന്നെ SK അന്ന് വിചാരിച്ചു, ഞാൻ എഴുതിയത് കൊണ്ടാണ്, അമ്മയുടെ കഥ കേട്ടിട്ട് ഞാൻ എഴുതിയത് കൊണ്ടാണ്, എന്റെ വാക്ചാതുര്യം കൊണ്ടാണ് ഞാൻ കുറെ നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ചു. അവന്റെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുറെ പൊടിപ്പും തൊങ്ങലും ഉപയോഗിച്ചു, കുറെ എന്താ പറയാ അതിശോക്തികളൊക്കെ ഉപയോഗിച്ചു, അല്ലെ, കുറച്ച് അതിശോക്തിപരമായിട്ടുള്ള ഭാഷകളൊക്കെ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് അവന്, അപ്പൊ ഞാൻ അഭിമാനത്തോടെ, ഞാൻ വലിയ ആളായല്ലേ, അവനെ അല്ലെങ്കിൽ മടയനായ മകനെ അവനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ, അവന്റെ തെറ്റിത് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, അപ്പൊ എന്റെ എഴുത്തിലൂടെ കഴിഞ്ഞല്ലോ. അപ്പൊ എനിക്ക് വലിയ അഭിമാനം തോന്നി. ആ മകൻ ഒരിക്കൽ അമ്മയെ കാണാൻ വരിക കൂടി ചെയ്തുകൊണ്ടു. അമ്മയെ കാണാൻ ആ മകൻ വന്നു. അപ്പോൾ അവൻ അമ്മയോട് ആരാണ് അവർക്ക് ഈ കത്തുകളെല്ലാം എഴുതി കൊടുക്കുന്നത് എന്ന് ചോദിച്ചതായും ഒരു സ്കൂൾ കുട്ടിയാണെന്ന് തള്ള മറുപടി പറഞ്ഞതായും അറിഞ്ഞു. അപ്പോ ആരായി അമ്മയോട് വന്ന് ചോദിക്കുക, ആരായി അമ്മയ്ക്ക് ഈ കത്തുകളൊക്കെ എഴുതി തരുന്നത്? അവർ ഒരു സ്കൂൾ കുട്ടിയാണെന്ന് അമ്മ മറുപടിയും പറഞ്ഞു എന്നർത്ഥം. അത് SK അറിഞ്ഞു. അപ്പോൾ എന്റെ അഭിമാനം ഉച്ചകോടിയിലെത്തിപ്പോയി. കേട്ടോ, എന്റെ അഭിമാനം പറഞ്ഞോടുകൂടി എന്റെ അഭിമാനം ഉച്ചകോടിയിലെത്തി. അത് അണ്ടർലൈൻ ചെയ്യുക, അത് ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ എന്റെ അഭിമാനം, SKയുടെ അഭിമാനം ഉച്ചകോടിയിലെത്താൻ എത്തിയത് എപ്പോഴാണെന്നുള്ള ചോദ്യം. അത് നിങ്ങൾ എഴുതേണ്ടത് എപ്പോഴും എഴുതുന്ന സമയത്ത് എന്താ വെച്ചെങ്കിൽ SK പൊറ്റക്കാടിന്റെ ഞാൻ കഥാകാരനായ കഥകളെടുത്ത ഭാഗം എഴുതുക. പിന്നെ മകന് അമ്മയുടെ സങ്കടത്തിലെ അല്ലെ അമ്മയുടെ സങ്കട കഥകളിലെ കുറച്ച് സരസ്വതി വിലാസങ്ങൾ അല്ലെങ്കിൽ പൊടിപ്പും തൊങ്ങൽ ഉപയോഗിച്ചിട്ട് മകനെ തുടരെ കത്തെഴുതിയപ്പോൾ അവന്റെ ആ മടയന്റെ മനസ്സിളകിയിട്ട് അവനിടയ്ക്ക് അമ്മയ്ക്ക് പൈസ അയക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല, പിന്നെ അമ്മയെ വന്ന് കാണുകയും ചെയ്തു. അപ്പൊ ഈ കത്തെഴുതുന്ന ആരാന്ന് ചോദിച്ചപ്പോൾ ഒരു സ്കൂൾ കുട്ടിയാണ് എന്ന് പറഞ്ഞു, അല്ലെ. അങ്ങനെ പറഞ്ഞതായിട്ടും SK അറിഞ്ഞോട് കൂടിയിട്ടാണ് SKയുടെ അഭിമാനം ഉച്ചകോടിയിൽ എത്തിയത് എന്ന് വരെ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഇത് നോക്കുന്നതിൽ എന്തെങ്കിലും പിന്നെ പദച്ഛേദങ്ങൾ നോക്കുക. എഴുതി പ്ലസ് കൊടുക്കുന്നു ദിത്വം. അത്രേ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ഏറെക്കാലം മകന്റെ സംഭാവന കൊണ്ട് സൂഹിക്കാൻ കഴിയുന്നതിന് മുൻപേ ആ തള്ള നിത്യശാന്തിയും തേടി മണ്ണിനടിയിലേക്ക് പോയി. നോക്കൂ, ഏറെക്കാലൊന്നും കഴിയില്ല, പാവം അമ്മയ്ക്ക് വയസ്സായതാണല്ലോ. അങ്ങനെ അമ്മ മരിച്ചുപോയി എന്നർത്ഥം. നിത്യശാന്തിയും തേടിയിട്ട് മണ്ണിനടിയിലേക്ക് പോയി എന്നർത്ഥം. അപ്പൊ അവനൊന്നും ആരും നോക്കേണ്ട പാവത്തിനെ എന്നർത്ഥം.
മുക്കാലും കുരുടിയായിരുന്ന ആ മുത്തിത്തള്ളയാണ് ചെറുകഥാരചനയിൽ എന്റെ ആദ്യത്തെ ഗുരുനാഥൻ. നോക്കും, കുരുടിയാണ്, അപ്പൊ അവൻ കണ്ണൊന്നും കാണില്ല, വൃദ്ധ ഇതല്ലേ. അങ്ങനെ മുക്കാലും കുരുടിയാണ്, കണ്ണും തപ്പിത്തടഞ്ഞിട്ടാ വരുന്നതെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ തപ്പിത്തടഞ്ഞിട്ടാ മോനെ അവിടെ ഉണ്ടാന്ന് ചോദിച്ച് തപ്പിത്തടഞ്ഞു വരികയാണ് അല്ലേ. അപ്പോ ആ മുത്തിത്തള്ളയാണ് ചെറുകഥാരചനയിലെ എന്റെ ആദ്യത്തെ ഗുരുനാഥ. എന്റെ ആദ്യത്തെ ഗുരുനാഥ അവരാണ്. അവരുടെ മകന് അന്ന് ഞാൻ എഴുതിയ കത്തുകളാണ് എന്റെ ആദ്യത്തെ ചെറുകഥകൾ. എന്റെ ആദ്യത്തെ ചെറുകഥ ആ കത്തുകളാണ് എന്നും പറയാം. ചെറുകഥകൾ കൊണ്ട് മറ്റാളുകളുടെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടോ, ഞാൻ ഉറപ്പല്ലേ കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. മറ്റാളുടെ മനസ്സിളക്കി. കാരണം മടയനായിട്ട് ഭാര്യയുടെ പിന്നാലെ പോയ അദ്ദേഹത്തിന്റെ മനസ്സിളക്കിയിട്ട് അമ്മയിലേക്ക് തിരിച്ചു പോകാനും അമ്മയ്ക്ക് സഹായിക്കാനും അമ്മയെ സ്നേഹിക്കാനും വീണ്ടും അവനെ പ്രേരിപ്പിച്ചു. അവിടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു. അതില്ല. അപ്പൊ അതുകൊണ്ട് എന്താണെങ്കിലും നമുക്ക് പറയാം, മറ്റൊരാളുടെ മനസ്സിളക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എരിയുന്ന നെഞ്ഞും പൊരിയുന്ന വയറുമായി നരകിക്കുന്ന ഒരു ദരിദ്ര മാതാവിന്റെ അന്ത്യകാലത്തെ കുറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാനും പ്രേമാന്തനായി വഴിപിഴച്ച ഒരു യുവാവിനെ മാതൃഹൃദയത്തിന്റെ ഒരു ചിത്രം വരച്ചു കാണിച്ചു മനസ്സിലാക്കി തീർക്കാനും ഒരിക്കൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടെ വിശ്വസിക്കുന്നു. അതാണ് SK അല്ലെ. എന്താണെങ്കിലും ഒരാളുടെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞോ എനിക്ക് അറിയില്ല. എന്താണെങ്കിലും ഞാൻ എന്താണ് പിന്നെ എരിയുന്ന നെഞ്ച് എന്ന് പറഞ്ഞ വേദന കൊണ്ട് എരിയുന്ന നെഞ്ഞും പൊരിയുന്ന വയർ എന്ന് പറഞ്ഞ വിശപ്പും ആയിട്ടുള്ള പൊരിയുന്ന വിശപ്പുമായിട്ട് നരയിക്കുന്ന ഒരു ദരിദ്ര മാതാവ്, വലിയൊരു ദരിദ്രയായ മാതാവിന്റെ അല്ലെ, ദരിദ്രയായ മാതാവാണ് ദരിദ്ര മാതാവ്. വിഗ്രഹിക്കുക അങ്ങനെ കേട്ടോ. ദരിദ്രനായ മാതാവല്ല, ദരിദ്രയായ മാതാവ്. അപ്പൊ ദരിദ്ര പിതാവ് എന്ന് പറഞ്ഞാൽ ദരിദ്രനായ പിതാവ്. അങ്ങനെ അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങോട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ അന്ത്യകാലത്തെ കുറഞ്ഞൊന്ന് ആ അവസാന കാലത്ത് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനും പിന്നെ പ്രേമാന്തനായി ആ പെണ്ണിന്റെ പിന്നാലെ അവളെ മാത്രമേ ലോകം, ഇതാണ് വിഷ്ണു ലോകം, ഈ പെണ്ണാണ്, ഈ സൗന്ദര്യധാമമാണ്, ഈ സുന്ദരി പെണ്ണാണ്, തന്റെ ഈ ഒപ്പം പോകുന്ന ഈ പെണ്ണാണ് ഈ വിഷ്ണു ലോകം എന്ന് പറഞ്ഞ് നടക്കുന്ന ആ പ്രേമാന്തനായി നടക്കുന്ന വഴി പിഴച്ച ആ യുവാവിനെ മാതൃഹൃദയത്തിന്റെ ഒരു ചിത്രം വരച്ചു കാണിച്ചു. ഇതാണ് അമ്മയാണ് വളർത്തിയത്. അമ്മയോട് അമ്മയെ നീ പോറ്റണം, അമ്മയ്ക്ക് നീ ചെലവിന് കൊടുക്കണം, അമ്മയെ സ്നേഹിക്കണം, അമ്മയും കൂടി നീ സംരക്ഷിക്കണം എന്ന് ഞാൻ അവനെ ആ മാതൃഹൃദയത്തിന്റെ ഒരു ചിത്രം വരച്ച് കാണിച്ചു മനസ്സിലാക്കി തീർക്കാനും ഒരിക്കലും എനിക്ക് സാധിച്ചിട്ടുണ്ട്. കണ്ടോ, എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. SK പിന്നെ ഉറപ്പിച്ചു പറയാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ അല്ലെ, ആ കത്തെഴുതിന് ശേഷം മകന്റെ മനസ്സ് മാറിയതിനു ശേഷം ഞാൻ അഭിമാനത്തോടെ വിശ്വസിക്കുന്നു എന്നർത്ഥം. ഓക്കെ, ഇവിടെ നോക്കൂ എന്തെങ്കിലും പദച്ഛേദങ്ങളെ. ഏറെ പ്ലസ് കാലം ദ്വിത്വം. പിന്നെ കുരുടി പ്ലസ് ആയിരുന്നു കുരുടിയായിരുന്നു ആഗമിച്ചു. മുത്തിത്തള്ള, മുത്തി പ്ലസ് തള്ള, മുത്തിത്തള്ള ദ്വിത്വം. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ എടുത്ത് നോക്കിക്കോളൂ. ഈ കഥയ്ക്ക് ഒരു അനുബന്ധം കൂടിയുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ആ മകനെ കോഴിക്കോട്ട് വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. ഞാൻ ഇതിനൊരു അനുബന്ധം കൂടിയും പറയാം, ഒരു കൂട്ടിച്ചേർക്കൽ കൂടി ഉണ്ടെന്ന് അർത്ഥം. അടുത്ത് കഴിഞ്ഞ കോഴിക്കോട്ട് വെച്ച് ഞാൻ കണ്ടു. മറ്റു തരത്തിൽ ഞങ്ങൾ തമ്മിൽ അറിയുമായിരുന്നു. വേറെ തരത്തിൽ ഇത് മാത്രമല്ല, ഇത് അനുസരിച്ചില്ല. അല്ലെങ്കിൽ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കത്തെഴുതി കൊടുത്തു, ഇവർ കത്തെഴുതി കൊടുത്തു എന്നൊന്നും അറിയില്ല. ആ വഴിക്കൊന്നും അറിയില്ല. ഇത് വേറൊരു വഴിക്ക് അറിയുമായിരുന്നു. അയാളുടെ കുടുംബക്ഷേമങ്ങളെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ, അപ്പൊ അയാളെ കണ്ടവിടെ വെച്ച സമയത്ത് SK എന്ന എഴുത്തുകാരനൊക്കെ അല്ല, അപ്പൊ കണ്ട സമയത്ത് കുടുംബക്ഷേമങ്ങളെ പറ്റി ഇങ്ങനെ അറിയുന്ന സമയം അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഭാര്യയെ കഴിഞ്ഞ കൊല്ലം ഉപേക്ഷിച്ചു. നടപടി ദൂഷ്യം കൊണ്ട് കുട്ടികൾ എന്റെ കൂടെ തന്നെയാണ്. അതിന് നടപടി ദൂഷ്യം എന്ന് പറഞ്ഞാൽ അവള് വേറെളപ്പം പോയി അല്ലേ, അവള് വേറെളപ്പം പോയി. അതാണ് അവള് പിന്നെ ഇയാള് എന്റെ ജീവനാണ്, എന്റെ ജീവന്റെ ജീവനാണ്, ഇത് പുതുപ്പെണ്ണാണ് എന്ന് വിചാരിച്ച് നടന്ന ഇയാളെ എന്ത് ചെയ്തു, ഇയാളെയും രണ്ട് കുട്ടികളുണ്ട്, അതിനൊക്കെ ഉപേക്ഷിച്ചിട്ട് ഓള് വേറെളപ്പം ചാടിപ്പോയി. അതാണ് ഉണ്ടായത്. നടപടി ദൂഷ്യം കൊണ്ട് കുട്ടികൾ എന്റെ കൂടെ തന്നെ ഉണ്ട്, എന്റെ കൂടെ തന്നെ കുട്ടികളുണ്ട് എന്നർത്ഥം. എന്റെ കൂടെ തന്നെ ഇങ്ങനെ പദം പിരിക്കുക, എന്റെ കൂടെ പ്ലസ് തന്നെ, എന്റെ കൂടെ തന്നെ ദ്വിത്വം കേട്ടോ. അത്രേ ഉള്ളൂ. അയാൾ വിഷാദത്തോടെ അകലെ നോക്കിക്കൊണ്ട് എന്തോ ആലോചനയിൽ മുഴുകി മിണ്ടാതെ നിന്നു. ഒരു പാവം അയാളെ പശ്ചാത്തപിച്ചിട്ടുണ്ടാവും, എന്റെ അമ്മേനെ ഞാൻ ഉപേക്ഷിച്ചല്ലോ, ഇവൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ അമ്മയെ ഉപേക്ഷിച്ചത്. അപ്പൊ ഓർമ്മ വന്നപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്, ഇവൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ എന്റെ അമ്മയെ ഉപേക്ഷിച്ചത്, അമ്മയെ ഇങ്ങനെ കുറെ ദ്രോഹിച്ചത് അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ അങ്ങനെ ആ അമ്മ മരിച്ചും പോയി. ഇപ്പോ അങ്ങനെ ആ പശ്ചാത്താപം അല്ലെ, ആലോചനയിൽ മുഴുകി മിണ്ടാതെ നിന്നു. അതിന്റെ അപ്പൊ ആ പശ്ചാത്താപം ഉണ്ടായിരിക്കാം അയാൾക്ക് എന്നർത്ഥം. ഇത് SK കാണുകയാണ്. SK ആണ് ആ സ്കൂൾ കുട്ടിന്ന് അയാൾക്കറിയില്ല. എഴുതി കൊടുത്ത ഈ കഥകളൊക്കെ അറിയുന്ന ആളാണ് SK എന്ന് അയാൾക്കറിയില്ല. എന്നാൽ SKക്ക് അറിയാത്തൊക്കെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അതാണ് തന്റെ മാതാവിന്റെ വാക്കുകളെ അനുസ്മരിച്ച് പശ്ചാത്തപിക്കുകയായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചു.
അല്ലെ? മാതാവിന്റെ വാക്കുകളുണ്ടാവും, ആ എഴുത്തിലൂടെ എസ്കെ എഴുതി കൊടുത്താണല്ലോ, അല്ലെ? ഇതവന് തൂക്കി വിറ്റത് മറ്റും അവന് ഓർമ്മയുണ്ടെന്ന് നോക്കൂ. പൊൻപണം തൂക്കി വിറ്റത്, അരയിലുള്ള ഏലസിന്റെ ഇടയിലുള്ള പൊൻപണം തൂക്കി വിറ്റത് അറിയുന്നുണ്ടോ? തൂക്കിക്കോളൂ. പിന്നെ അത് മാത്രമല്ല, ഒന്നുകൂടി ചോദിക്കണം, ദൈവത്തെ മറന്ന് കളിക്കണ്ട എന്നും പിന്നെ അല്ലെ എന്നും പറയണം എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ എഴുതിയിട്ടുണ്ടാവും എസ്കെ. അപ്പോ അവൻ അങ്ങനെ പശ്ചാത്തപിക്കുകയായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചു. അതെല്ലാം എരിയും പുളിയും ചേർത്ത് പകർത്തി അയച്ച ആ കുൾക്കുട്ടിയാണ് തന്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് ആ മാനിന് അറിയുന്നില്ല. കണ്ടോ? ആ അനുഭവ കഥകളൊക്കെ, അല്ലെങ്കിൽ അമ്മ പറയുന്ന കഥകളൊക്കെ എരിവും പുളിയും ചേർത്ത്, അതാണ് എരിവും പുളിയും ചേർക്കുക പറഞ്ഞാൽ കുറച്ച് ഭാവനവിലാസം, പറഞ്ഞ പോലെ തന്നെ സരസ്വതി വിലാസങ്ങൾ ഒക്കെ പറയില്ല നമ്മളെ, അല്ലെ? പൊടിപ്പും തോന്നല്, ഇതൊക്കെ തന്നെ പറയാം ആ വാക്കുകൾ. എരിവും പുളിയും അതൊക്കെ ഒരേ സെയിം അർത്ഥമാണ്. എരിവും പുളിയും, പിന്നെ അതിശോക്തിപരമായ എന്നൊക്കെ പറയില്ല, അതിശോക്തിപരമായ കുറച്ച് പൊടിപ്പും തൊങ്ങലും ഉപയോഗിക്കുക, സരസ്വതി വിലാസം പറയുക, ഭാവനവിലാസം, ഇതൊക്കെ അതാണ് അർത്ഥം കേട്ടോ. അങ്ങനെ തന്റെ മുൻപിൽ നിൽക്കുന്നതാണെന്ന് ആ മാനിന് അറിയുന്നില്ല. എനിക്ക് അപ്പോൾ സഹതാപവും തുടർന്നുകൊണ്ട് ഉള്ളിൽ ചിരിയും വന്നു. അല്ലോ, എനിക്ക് അവന്റെ ഗതി ഓർത്തിട്ട് കണ്ടോ, ഇതൊക്കെ അന്ന് തന്നെ അറിയാമായിരുന്നില്ല, എന്നിട്ടാണ് അവൻ ചെയ്തത്, അല്ലെ? അമ്മയെ ഉപേക്ഷിച്ചതാണല്ലോ. അപ്പൊ എനിക്ക് ആ സഹതാപം തോന്നി അവനോട്, അല്ലെ? ഞാൻ എന്താ ചെയ്യാ, അവനെല്ലാം പോയി, അല്ലെ? അതായത് പിന്നെ കുരങ്ങൻ പോയ കുറവനെന്തിയായി, കുറവന് ഒരു കുരങ്ങുണ്ടായിരുന്നു. ആ കുരങ്ങനെ ഇങ്ങനെ കളിപ്പിച്ച് അവന്റെ ജീവിതം അങ്ങനെ പോയി, എല്ലാം മറന്നു പോയി. അവസാനം കുരങ്ങൻ ചാടിപ്പോയോട് കൂടിയിട്ട് കുറവന് ആരും ഇല്ലാതായി. ഒന്നും അറിയൂല, 5 വയസ്സ് എങ്ങനെ ജീവിക്കാന്നും അറിയില്ല, 5 വയസ്സും കിട്ടൂല. കുരങ്ങുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആൾക്കാരെ കളിപ്പിച്ചാല് അല്ലെ പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ കുരങ്ങൻ പോയപ്പോ ഇനി ഒന്നും അറിയില്ല, പണിയില്ലാതെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന പോലെ ഇവന്റെ അവസ്ഥ, അല്ലെ? അതാണ്. അപ്പൊ ചിരിയും വന്നു. മനസ്സൊരുകി മരിച്ച ആ മാതാവിന്റെ ജീവിതകഥകൾ അനുസ്മരിച്ചപ്പോൾ ഉണ്ടായ സഹതാപമുണ്ട്. അതായത് സഹതാപം എങ്ങനെ വെച്ചെങ്കിൽ, ആ മനസ്സുരുകിയിട്ടാണ് അമ്മ മരിച്ചത്, പാവം, അല്ലെ? ഇവൻ അമ്മയെ പിന്നെ വന്ന് നോക്കുന്നല്ല, അത് അമ്മയെ ഒന്ന് വന്ന് എന്തെങ്കിലും കൊടുക്കും. അമ്മയുടെ ഒപ്പം നിന്നില്ല, അമ്മേനെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല അവൻ. നോക്കണം, അവൻ ചെയ്ത ക്രൂരത. അല്ലെങ്കിൽ ഇങ്ങോട്ട് അപ്പൊ അവൾക്ക് ഇഷ്ടമുണ്ടാവില്ല, അല്ലെ? അമ്മേനെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അമ്മേനെ ഒന്ന് കണ്ടു, അല്ലെങ്കിൽ അമ്മേനെ എന്തെങ്കിലും പൈസ കൊടുത്തു എന്നല്ലാതെ ഈ അമ്മയും വയസ്സുകാലത്ത് അമ്മയെ കൊണ്ടുപോയിട്ട് അവരുടെ ഒപ്പം പാർപ്പിച്ചില്ല, അല്ലെ? അപ്പൊ അവൻ ചെയ്ത പരിപാടി നോക്കുക. അപ്പൊ അതൊക്കെ ഇപ്പൊ ഓർത്തിട്ടുണ്ടാവും. പക്ഷെ എന്റെ അമ്മ പറഞ്ഞ സത്യമായല്ലോ, ഞാൻ ഈ പെണ്ണിന് വേണ്ടിയിട്ടാണ് എന്റെ അമ്മയെ ഉപേക്ഷിച്ചത്, അല്ലെ? ഇവള് വേറെ ആളപ്പം ചാടി പോവുകയും ചെയ്തു, അല്ലെ? ഇങ്ങനെയുള്ള അവസ്ഥകളെ കൊണ്ട് സഹതാപം ഉണ്ടായി നൃത്തം. ചിരി വന്നത് തന്റെ ഭാര്യയുടെ നടപടി ദൂഷം കണ്ടുപിടിക്കാൻ ആ മടയനെ 17 കൊല്ലം വേണ്ടി വന്നുവല്ലോ എന്നോർത്താണ്. എനിക്ക് ചിരി വരാൻ കാരണം, ഈ ഭാര്യയുടെ നടപടി ദൂഷം കണ്ടുപിടിക്കാൻ, അല്ലെ, 17 വർഷം. ഒരിക്കലും നല്ല നല്ല ഭാര്യമാരെ ഒരിക്കലും ഇല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മമാരെ ദ്രോഹിക്കില്ല. ഭർത്താവിന്റെ അമ്മമാരെ പിന്നെ സ്വന്തം അമ്മയെ പോലെയാണ് കരുതുക. നല്ല ഭാര്യമാരുട്ടോ, അവരോട് അവർക്ക് വേണ്ടത് കൊടുക്കും. ഭർത്താവിനോടുള്ള ബഹുമാനവും അമ്മയ്ക്കും കൊടുക്കും, അല്ലെ? ചിലതിലൊക്കെ അമ്മായിമ്മ പോലെ എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ വെറുതെ കാര്യങ്ങൾ പറയാന്ന് മാത്രം. നല്ല ഭാര്യമാരെ ഒരിക്കലും ചെയ്യില്ല. കാരണം അവർക്ക് അറിയാം, എന്താ എപ്പോഴും പറയാ വെച്ചെങ്കിൽ ശരിയാ, ഇവർക്ക് കുറച്ചു കാലമല്ലേ ഉണ്ടാവുള്ളൂ, അല്ലെ? അവരെ കുറച്ചു കാലം കഴിഞ്ഞാൽ മാറിപ്പോവല്ലോ, മരിച്ചു പോവല്ലോ. അതുവരെ അവരെ സ്നേഹിക്കുക, അല്ലെ? അപ്പൊ അങ്ങനെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ എന്താണ്, ഇവരുടെ പിറ്റേക്കാലം അങ്ങനെ ആയിരിക്കും. മക്കളും ഇവരുടെ ഇതൊക്കെ മക്കള് കാണുകയാണല്ലോ. നമ്മളെ വയസ്സായിട്ടുള്ള അമ്മമാരെ നമ്മളെ ഭാര്യയാണെങ്കിലോ അല്ലെങ്കിൽ മകനാണെങ്കിലോ പിന്നെ അമ്മമാരോട് പെരുമാറുന്നതിനാണ് ഈ കുട്ടികൾ നോക്കിക്കാണുന്നത്. നാളത്തെ കാലത്ത് അതേപോലെ അതിനേക്കാൾ ഇരട്ടി ഈ കുട്ടികൾ ചെയ്യും. അതങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമുക്കറിയാം. അപ്പോ നമ്മുടെ പെരുമാറ്റം എങ്ങനെയാവണം എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. നമ്മളെ അമ്മയോടും, പിന്നെ ഭർത്താവാണെങ്കിൽ ഭർത്താവിന്റെ അമ്മയോടും അച്ഛനോടും അതേപോലെ തന്നെയാണ് ഭാര്യയും പെരുമാറേണ്ടത്. തിരിച്ചു അങ്ങോട്ടും അങ്ങനെ തന്നെ കേട്ടോ, അങ്ങനെ പെരുമാറണം. അല്ലെ, നമ്മൾ സ്വാർത്ഥത മാത്രം, സ്വന്തം സ്നേഹം മാത്രം നോക്കരുത്. ഇത് കണ്ടു പഠിക്കുകയാണ് പുതിയ തലമുറ. അവരെങ്ങനെ പെരുമാറുന്നു അതേപോലെ ആയിരിക്കും ഇവർക്ക് തിരിച്ചു കിട്ടുക, അല്ലെ? അത് നമ്മള് വളരെ ഒന്ന് മനസ്സിലാക്കണം കാര്യങ്ങൾ. ഇപ്പൊ ഞാനൊരു അടുത്തൊരു ഇത് കണ്ടതുപോലെ എന്താ പറയുക, ഒരു വീഡിയോ കണ്ടു. എനിക്ക് വളരെ മനസ്സിലെ തട്ടിയൊരു വീഡിയോ ആണ്. അതായത് ഒരു മകൻ, ഭാര്യ നിർബന്ധിച്ചിട്ടാണ് മകൻ എന്ത് ചെയ്യുന്നു, വൃദ്ധനായിട്ടുള്ള അച്ഛൻ മാത്രമേ ഉള്ളൂ, അച്ഛനെ കൊണ്ടുപോയിട്ട് ഒരു വൃദ്ധസ്ഥാനത്തിലേക്ക് ഏൽപ്പിച്ചു. അവിടെ കൊണ്ട് ഏൽപ്പിച്ചു, എല്ലാം കൊടുത്തു, അച്ഛന് വേണ്ടുന്ന. അപ്പൊ എത്ര 10,000 രൂപ അവിടെ കെട്ടിവെക്കണം. ഇവിടെ എത്ര ആൾക്കാരുടെ ചോദിച്ചു, 45 പേരുണ്ട്. അപ്പൊ അച്ഛന് കുറച്ച് നല്ല റൂം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അച്ഛന് വേണ്ടുന്ന പിന്നെ 45 ആൾക്കാരുടെ ഇടയിൽ കൂടെ കുറച്ചുകൂടി നന്നായിട്ട് അച്ഛന് റൂം കൊടുക്കണം, അച്ഛന് പിന്നെ വെജിറ്റബിൾ മാത്രമേ കഴിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ കൊടുത്തു. അതിന് AC ഇരുന്നോട്ടെ അച്ഛനെന്ന് പറയാം. അപ്പൊ അച്ഛൻ, എനിക്ക് മോനെ അതൊന്നും വേണ്ട, AC ഒന്നും വേണ്ട, പക്ഷെ അച്ഛന് ഇരുന്നോട്ടെ, അച്ഛന് TV വേണ്ട, എനിക്ക് വേണ്ട മോനേക്ക് TV ഒന്നും വേണ്ടെന്ന അച്ഛൻ പറഞ്ഞു. പക്ഷെ അച്ഛൻ TV ഇരുന്നോട്ടെ, അച്ഛനാണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ അതൊക്കെ കൊടുത്തു, ആ സൗകര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഈ അച്ഛനെ പെട്ടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാറിന്റെ ഡെക്കുന്ന ഇവൻ പെട്ടിയെടുത്ത് വരുന്ന സമയത്ത് അപ്പോഴും നോക്കണം ഭാര്യയുടെ ഫോൺ വരികയാണ് അവനെ.
എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അടുത്ത ദീപാവലി വരികയാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസമാണ്, അടുത്ത ആഴ്ചയാണ് ദീപാവലി. അപ്പോൾ അയാളെ കൊണ്ട് അച്ഛനെ അങ്ങോട്ട് കൊണ്ടുവരണ്ട, വീട്ടിലേക്കൊന്നും കൊണ്ടുവരണ്ട, അവിടെ നിന്നോട്ടെ, ഷുഗർ ഒക്കെയാണ്, ഇവിടെ നമ്മൾ വല്ല ലഡുക്കല്ലേ കഴിക്കുക, അപ്പൊ അങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അച്ഛനും കേൾക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ ഇങ്ങനെ മോനെ പെട്ടിയെടുത്ത് വരുന്ന സമയത്ത്, ഇങ്ങനെ കാണുന്ന സമയത്ത് അവിടെ ഒരു ഫാദർ വന്നു. ആ ഫാദർ വന്നിട്ട് അവിടെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന ഒരു ഫാദറാണ്. അപ്പൊ ഈ ഫാദറിനോട് അച്ഛൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് മകൻ ശ്രദ്ധിച്ചു. അങ്ങനെ പിന്നെ ഇല്ലെങ്കിൽ അവിടത്തുള്ള ആയ വന്നിട്ട് അച്ഛനെ കൊണ്ടുപോകുന്ന സമയത്ത് മകൻ പെട്ടിയെടുത്ത് വരുന്ന സമയത്ത് ഈ ഫാദറിന് മകനും അറിയാം. ആ ഫാദർ, ഈ മകൻ ചോദിക്കുക ഫാദറിനോട്, അല്ല എന്തേ അച്ഛനോട് സംസാരിച്ചത്, എന്തൊക്കെയാ നിങ്ങൾ അറിയോ മുൻകൂട്ടി, ഈ അച്ഛനെ നിങ്ങൾ അറിയോന്ന് ചോദിക്കുക, ഫാദറിനോട് ചോദിക്കുക, അച്ഛൻ അറിയോ അല്ലെ പറയുന്നു. ആ ഫാദർ പറയാണ്, 30 വർഷം മുമ്പേ ഇദ്ദേഹം ഇവിടുന്ന് ഒരു കൈക്കുഞ്ഞുമായി ഇറങ്ങിപ്പോയിരുന്നു. ഒരു കൈക്കുഞ്ഞുമായിട്ട് ഇവിടുന്ന് അദ്ദേഹം ഇറങ്ങിയതായിട്ട് എനിക്കറിയാം. 30 വർഷം മുമ്പേ ഒരു അനാഥ ബാലിനെ ഇവിടുന്ന് കൊണ്ടുപോയി, ദത്തെടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞോട് കൂടിയിട്ടാണ് ഇവൻ ആകെ ഭീഷണനായി. കാരണം ആ ദത്തെടുത്ത് കൊണ്ടുപോയത് ഇവനെയാണ്. എന്നിട്ടാണ് അച്ഛൻ ഇവനെ എത്ര സ്നേഹിച്ചു വളർത്തിയത്. അതേ മകനാണ് അച്ഛൻ അവിടെ കൊടുന്ന് ഉപേക്ഷിക്കുന്നത്. അപ്പോഴാണ് അവന്റെ തിരിച്ചറിയണം അവന്റെ. ഞാനൊരു അനാഥ ബാലനായിരുന്നു, പക്ഷെ അനാഥ ബാലനെന്ന് അറിയാതെ എന്റെ അച്ഛൻ ഇത്ര സ്നേഹിച്ചു വളർത്തി, പഠിപ്പിച്ച് ഉദ്യോഗസ്ഥനൊക്കെ ആക്കിയിട്ട് ഒരു ഉദ്യോഗസ്ഥയായ ഭാര്യയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് കുട്ടികളൊക്കെ സമയത്താണ് എന്നെ, ഈ വൃദ്ധകാലത്താണ് എന്നെ ഉപേക്ഷിക്കുന്നത്. പക്ഷെ അച്ഛനും അതൊന്നും ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. അവൻ അനാഥ ബാലനാണെന്നോ ദത്തെടുത്താണെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ ഫാദറിനോടും കൂടി പറഞ്ഞില്ല. ഫാദർ കണ്ട് അന്ന് 30 വർഷം മുമ്പേ ഇവിടുന്ന് എടുത്തു പോയ അനാഥ ബാലനെ പോകുമ്പോ ഞാൻ കണ്ടതാണ്, അവസാനമായി കണ്ടതാന്ന് പറയുമ്പോ ശരിക്കും ഇവന്റെ മനസ്സിളകി. ഇവന് കുറിച്ചു കൊണ്ടുവരുന്നില്ല, ശരിക്കത് അവിടെ ഹൃദയത്തിൽ തട്ടി അല്ലെ. അങ്ങനത്തെയൊക്കെയുള്ള നമുക്ക് ഓരോ ഇത് കാണുമ്പോൾ അതൊക്കെയാണ് അങ്ങനെയാണ് മനുഷ്യന്മാർ. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചെങ്കിൽ ഇവിടെ നമ്മുടെ വൃദ്ധമാതാക്കന്മാരോടൊക്കെ പെരുമാറുന്ന രീതികള് കണ്ട് കുട്ടികൾ പഠിക്കുകയാണ്. നാളത്തെ കാലത്ത് ഇവരും വൃദ്ധന്മാരാകും, ഇവർക്കും അതേ തിരിച്ച് കിട്ടും എന്നത് കാലം സാക്ഷിയാണ്, ദൈവം സാക്ഷിയാണ്. അങ്ങനെ അനുഭവിച്ചിട്ടുള്ളൂ. ഇവിടുത്തെ അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. ഓക്കെ, എന്താണെങ്കിലും ഇവിടെ ഈ എസ് കെ പൊറ്റക്കാടിന്റെ 17 കൊല്ലം വേണ്ടി വന്ന മടയൻ എന്ന് പറഞ്ഞു. മടയന് തന്റെ ഭാര്യയുടെ നടപടി ദൂഷ്യം കണ്ടുപിടിക്കാൻ 17 കൊല്ലം വേണ്ടി വന്നു എന്ന് എസ് കെ പറഞ്ഞു അല്ലെ. ഓക്കെ, ഇതാണ് കാര്യങ്ങൾ. ഇതിൽ നമുക്ക് പിന്നെ എന്റെ കൂട്ടത്തിൽ അത്രയേ ഉള്ളൂ നമുക്ക് പിന്നെ പദച്ഛേദങ്ങൾ വരുന്നത്. പിന്നെ എന്തെങ്കിലും വരുന്നുണ്ടോ? വേറൊന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ. ഓക്കെ, ജീവിത കഥകൾ, ജീവിതത്തിന്റെ കഥകൾ, അതാണ് വിഗ്രഹിക്കുക, അങ്ങനെ വിഗ്രഹിക്കുക. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഇതില് പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കോളൂ. എല്ലാവരും നോട്ട് എടുത്തോളൂ, ക്വസ്റ്റ്യൻ ആൻസർ എടുത്തോളൂ, എഴുതിക്കോളൂ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കൂ, ആദ്യത്തെ ഫസ്റ്റിലെ ചോദ്യങ്ങള് കേട്ടോളൂ. ഒന്ന്, പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ്. ഇറ്റ് ടേക്സ് ഒറിജിൻ ഫ്രം എമോഷൻസ് റിഫ്ലക്റ്റഡ് ഇൻ ട്രാൻക്വിലിറ്റി. പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന നൈസർഗികമായ വികാരങ്ങളുടെ അനർഗള പ്രവാഹമാണ് കവിത. വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞതാണ്. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരശനാക്കി. കവിതയ്ക്ക് വേർഡ്സ്വർത്ത് നൽകുന്ന നിർവചനം എസ് കെ പൊറ്റക്കാടിന്റെ എഴുത്തനുഭവവുമായി ചേർന്ന് നിൽക്കുന്നുണ്ടോ? വിശകലനം ചെയ്ത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ചോദ്യത്തിന് ഗ്യാപ്പ് വിടുക, ഉത്തരം നിങ്ങൾ എഴുതിക്കോളൂ. പറയാം. അനുസ്യൂതമായ വികാരങ്ങളുടെ അനുസൂതന തുടർച്ചയായിട്ട് കേട്ടോ. അനുസൂതമായ വികാരങ്ങളുടെ നൈസർഗികമായ കവിഞ്ഞൊഴുകലാണ് കവിത എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. വേർഡ്സ്വർത്തിന്റെ നിർവചനം എസ് കെയുടെ എഴുത്തനുഭവവുമായി ഇത് ഇഴചേർന്ന് നിൽക്കുന്നു. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ
തന്നെ പരവശനാക്കിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മകനെ പോറ്റാൻ വേണ്ടി ആ അമ്മ പാടുപെട്ട കാര്യങ്ങളും ഭാര്യയെ കിട്ടിയപ്പോൾ മകൻ അമ്മയെ മറന്നതെല്ലാം എസ്കയെ വികാരപരവശനാക്കി. ഈ സാഹചര്യത്തിൽ നിന്നാണ് അദ്ദേഹം കഥാരചന തുടങ്ങുന്നത്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം കത്തെഴുതാൻ തുടങ്ങുന്നത്. അതിൽ തന്റേതായ സരസ്വതീ വിലാസങ്ങളും ബ്രാക്കറ്റിലെ പൊടിപ്പും തൊങ്ങലും കോമ എരിവും പുളിയും ഒക്കെ ഒന്നാട്ടോ. എരിവും പുളിയും ബ്രാക്കറ്റ് ക്ലോസ്. കൂട്ടിച്ചേർത്ത് ഒന്നാന്തരം കഥയായി പാകപ്പെടുത്തിയെടുത്തു. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിന് ഗ്യാപ്പ് വിടുക, ഉത്തരം എഴുതിക്കോളൂ. വാഗ്ദേവതയായ സരസ്വതിയുടെ അനുഗ്രഹങ്ങൾ എന്നാണ് സരസ്വതീ വിലാസങ്ങൾ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. സരസ്വതീ വിലാസങ്ങൾ ഇൻവെർട്ട് കോമ ഇടാം. സരസ്വതി വിലാസങ്ങൾ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് അമ്മയുടെ അനുഭവങ്ങൾക്ക് തക്കതായ ഭാവനയും കൂട്ടിച്ചേർക്കലുകളും ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് മകന്റെ മനസ്സിളകി അമ്മയ്ക്ക് ഭാര്യ അറിയാതെ പൈസ അയച്ചു കൊടുക്കാനും ഇടയ്ക്കൊന്ന് വന്ന് കാണുവാനും കാരണമായത്.
മകനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ അത്തരം കത്തുകളിലൂടെ സാധിച്ചിട്ടുണ്ട്. അത് എസ് കെയുടെ എഴുതാനുള്ള കഴിവായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, അത് മതി. മൂന്നാമത്തെ നോക്കിക്കോളൂ. മൂന്നാമത്തെ കെ സുരേന്ദ്രന്റെയും എം ടി വാസുദേവന്റെയൊക്കെ അഭിപ്രായങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കാനാണല്ലേ. അതിന് ഗ്യാപ്പ് കിട്ടുള്ളൂ. ഉത്തരം എഴുതിക്കോളൂ കേട്ടോ. കാർത്തികന്റെ പണിപ്പുര. ഓക്കെ, ഉത്തരം എഴുതിക്കോളൂ. നിങ്ങൾ ഹെഡിങ് കൊടുക്കുക. അതിനൊന്ന് വായനക്കാരും എഴുത്തുകാരും എന്ന് എഴുതി ഹെഡിങ് കൊടുക്കുക. ഒരു ഉപന്യാസമാണല്ലേ. ഓക്കെ, എഴുതിക്കോളൂ. വായനക്കാരും എഴുത്തുകാരും തമ്മിൽ എന്താണ് ബന്ധം? അതെങ്ങനെയായിരിക്കണം? എന്താണ് ബന്ധം? അതെങ്ങനെയായിരിക്കണം? എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് അല്ല, എന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കെ സുരേന്ദ്രനും എം ടിയും അവരുടെ പ്രസ്താവനകളിലൂടെ വെളിപ്പെടുത്തുന്നത്. വായനക്കാരനെ എഴുത്തുകാരനോട് നല്ല ബന്ധമാണുള്ളതെന്ന് നോവലിസ്റ്റിന്റെ ശില്പശാല എന്ന ഗ്രന്ഥത്തിൽ കെ സുരേന്ദ്രൻ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തനിക്ക് വേണ്ടിയാണ് താൻ എഴുതുന്നതെന്നും എഴുതുമ്പോൾ മുന്നിൽ പ്രസാധകരോ പത്രക്കാരോ വായനക്കാരോ ഇല്ലെന്നും കഥ മുളയ്ക്കുന്നത് തന്റെ ഹൃദയത്തിലാണെന്നും കഥ മുളയ്ക്കുന്നതും കിളിർക്കുന്നതും തന്റെ ഹൃദയത്തിലാണെന്നും എം ടി പറയുന്നുണ്ട്. എം ടി കാതികന്റെ പണിപ്പുര കേട്ടോ. എം ടി കാതികന്റെ പണിപ്പുരയിൽ പറയുന്നുണ്ട്. കാതികന്റെ പണിപ്പുരയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. കാതികന്റെ പണിപ്പുരയിൽ എഴുതിയിട്ടുണ്ട്. അടുത്ത പാരഗ്രാഫ്.
ഇവർ രണ്ടുപേരും പറയുന്നത് തമ്മിൽ പൊരുത്തക്കേട് തോന്നാമെങ്കിലും രണ്ടുപേരും എഴുത്തുകാർക്ക് വായനക്കാരനോടുള്ള ബന്ധത്തെ തള്ളിക്കളയുന്നില്ല. സുരേന്ദ്രൻ എഴുതുന്ന മുഹൂർത്തത്തിൽ വായനക്കാരനെ പരിഗണിക്കുമ്പോൾ എം ടി ആവട്ടെ രചനയ്ക്ക് ശേഷമേ വായനക്കാരനെ പ്രത്യക്ഷപ്പെടുത്തുന്നുള്ളൂ. സുരേന്ദ്രൻ എഴുതുമ്പോൾ തന്നെ വായനക്കാരന്റെ മനസ്സിലേക്ക് വികാര സംക്രമണം നടത്തുന്നു. എം ടി തന്റെ അനുഭൂതികൾക്ക് മാത്രമാണ് മുൻതൂക്കം കൊടുക്കുന്നത്. കല കലയ്ക്കു വേണ്ടിയായിരിക്കണം എന്നൊരു സൂചന എം ടിയിൽ നിന്ന് വായിച്ചെടുക്കാം. അടുത്ത പാരഗ്രാഫ്. എസ് കെയുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം സുരേന്ദ്രന്റെ അഭിപ്രായത്തോട് ചേർന്നു നിൽക്കുന്നു. എഴുതുന്ന ഘട്ടത്തിൽ വായനക്കാരനെയും പരിഗണിക്കണമെന്ന ചിന്താഗതിക്കാരനാണ് അദ്ദേഹം. വൃദ്ധയായ അമ്മ പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ അദ്ദേഹം വെറുതെ കടലാസിലേക്ക് പകർത്തുകയുണ്ടായിരുന്നില്ല. പകർത്തുകയായിരുന്നില്ല. അമ്മയെ സ്നേഹിക്കാത്ത ഒരു മകന്റെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കാം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അതിനുള്ള പൊടിക്കൈകളായി
അതിനുള്ള പൊടിക്കൈകളായി സ്വന്തമായ ചില സരസ്വതി വിലാസങ്ങളും കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂട്ടിച്ചേർക്കുന്നുണ്ട്. മാത്രമല്ല അത്തരം എഴുത്തുകൾക്ക് ഫലമുണ്ടായതായും ആ മകന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ കഴിഞ്ഞതായും എസ് കെ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ വായനക്കാരനും എഴുത്തുകാരനും പരസ്പര പൂരകങ്ങളാണ്. വായനക്കാരനില്ലെങ്കിൽ എഴുത്തുകാരനില്ല. എഴുത്തുകാരനില്ലെങ്കിൽ വായനക്കാരനുമില്ല. ഓക്കെ, അടുത്ത ചോദ്യം ഹോംവർക്കാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എഴുതാറുണ്ട് അല്ലേ? ഉണ്ടാവും, ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ മനസ്സ് മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ അവരെങ്ങനെയും നന്മയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എന്തെങ്കിലും ചില ഒരു പറയുകയെങ്കിൽ എന്തെങ്കിലും വല്ല കളികളൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഒരാൾക്ക് വയ്യായ സമയത്ത് അവനെ വീണ്ടും കളിക്കാൻ പ്രേരിപ്പിക്കുന്നതോ, അല്ലെങ്കിൽ നൃത്തം എന്തെങ്കിലും സ്റ്റേജിൽ എന്തെങ്കിലും പരിപാടി നടത്തുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങളോ അല്ലെ? അച്ഛനോടും അമ്മയോടും ഉണ്ടായിട്ടുള്ള, വീട്ടിൽ തന്നെ എന്തെങ്കിലും അങ്ങനത്തെ മക്കൾ അനിയന്മാരോടും ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ സ്വാധീനം കൊണ്ട് അവർക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞതായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി വെക്കുക കേട്ടോ. ഈ എസ് കെക്ക് ഉണ്ടായ പോയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, ഇഷ്ടംപോലെ അനുഭവം ഉണ്ടായിരിക്കാം. നല്ല രീതിയിലേക്ക് അല്ലെങ്കിൽ മോശപ്പെട്ട വഴിയിലൂടെ പോകുന്ന ആരെങ്കിലും നല്ല വഴിയിലേക്ക് മാറ്റി ചിന്തിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്വാധീനം, നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ വാക്കുകളായിരിക്കാം, നിങ്ങളുടെ പ്രവൃത്തികളായിരിക്കാം അല്ലെ, നിങ്ങളുടെ പെരുമാറ്റമായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളെ ഉണ്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ തോന്നുന്നു എഴുതിയിട്ട് നിങ്ങളെ ഹോംവർക്കായിട്ട് ചെയ്യുക. എനിക്ക് ഇതുപോലെ തന്നെ വാട്സപ്പ് ചെയ്യാം. ഇനി നോക്കൂ, അടുത്ത നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ചോദ്യങ്ങൾ, ഒരു ചോദ്യം ഞാൻ പരീക്ഷയ്ക്ക് വന്നതായിട്ടുള്ള ഒരു ചോദ്യം തരാം. അത് നിങ്ങൾ എഴുതിക്കോളൂ, ചോദ്യം എഴുതിക്കോളൂ കേട്ടോ. ചോദ്യം എങ്ങനെയാണ്? എനിക്കപ്പോൾ സഹതാപവും തുടർന്നുകൊണ്ട് ഉള്ളിൽ ചിരിയും വന്നു. അത് ഇൻവെർട്ട് കോമ ഇടുക. എന്തുകൊണ്ടായിരിക്കാം ലേഖകന് ചിരി വന്നത്? ഒരു 4 മാർക്കിന് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് ചോദ്യം വന്നത്. എഴുതിക്കോളൂ. എസ് കെയുടെ ഞാൻ കഥാകാരനായ കഥ എന്ന അനുഭവക്കുറിപ്പിലെ ഒരു സന്ദർഭമാണിത്. തന്റെ അമ്മയെ തിരിഞ്ഞു നോക്കാതിരുന്ന മകൻ എസ് കെയുടെ കത്തിന്റെ പ്രചോദനത്താലെന്നോണം അമ്മയെ കാണാൻ വന്നു. കാലം കുറെ കഴിഞ്ഞപ്പോൾ
കാലം കുറെ കഴിഞ്ഞപ്പോൾ SK ആ മകനെ വിവശനായി കാണുകയാണ്. ഭാര്യ അയാളെയും 2 മക്കളെയും, ഭാര്യ അയാളെയും 2 പെൺകുട്ടികളെയും 2 പെൺകുട്ടികളെയും ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോയിരുന്നു എന്ന വാർത്തയാണ് അയാളിൽ നിന്നും കേട്ടത്. ഇതാണ് SKയിൽ ഒരേ സമയം സഹതാപവും ചിരിയും ഉണ്ടാക്കിയത്. സ്വന്തം അമ്മയെ തിരിച്ചറിയാൻ കഴിയാത്ത ആ മകന്റെ പ്രവൃത്തി കൊണ്ട് മനസ്സുരുകി മരിച്ച ആ മാതാവിന്റെ ജീവിതകഥകൾ അനുസ്മരിച്ചപ്പോഴുണ്ടായതാണ് സഹതാപം. ചിരി വന്നത് തന്റെ ഭാര്യയുടെ നടപടി ദൂഷ്യം കണ്ടുപിടിക്കാൻ ആ മടയനെ 17 കൊല്ലം വേണ്ടി വന്നു എന്നോർത്തപ്പോഴാണ്. അമ്മയുടെ യഥാർത്ഥ സ്നേഹവും ഭാര്യയുടെ കൃത്രിമ സ്നേഹവും അയാൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഓക്കെ, അത്ര മതി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പിരിച്ചെഴുതുന്നത് എങ്ങനെ? അങ്ങോട്ടും പ്ലസ് ഇങ്ങോട്ടും, അല്ലെ? എന്താ വന്നത്? ആദേശം. ഓക്കെ. പിന്നെ SK പൊറ്റക്കാടിന്റെ ഏറ്റവും പ്രസിദ്ധമായൊരു നോവലുണ്ട്. ഏതെങ്കിലും അറിയും? ഒരു ദേശത്തിന്റെ കഥ കേട്ടോ. അതാണ് അദ്ദേഹത്തിന് ഈ SKക്ക് ജ്ഞാനപീഠം പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വലിയ ബഹുമതി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, ജ്ഞാനപീഠം പുരസ്കാരം, അല്ലെ? ഇപ്പൊ നമ്മളെ അത്തിപ്പത്തിന് ജ്ഞാനപീഠം പുരസ്കാരം കിട്ടിയതാണ് പാവം, അല്ലെ? അയാള് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെല്ലാം മരിച്ചത്. അപ്പൊ അങ്ങനെ ജ്ഞാനപീഠം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയുള്ള ഇതിലൊക്കെ വരാവുന്ന ചോദ്യങ്ങൾ. പിന്നെ ഇപ്പൊ ഏതായാലും കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് വേഗം വാട്സപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ ഒരു പാഠങ്ങള് കഴിഞ്ഞു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു.